ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇതൊരു സംശയം തന്നെയാണ്. കാരണം പലരും വിചാരിക്കുന്നത് ഒറിജിനൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആക്സസറീസ് ഇട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും അത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അതായത് എല്ലാവരുടെയും വാഹനത്തിൽ, നമ്മുടെ എന്നല്ല എല്ലാവരുടെയും വാഹനത്തിൽ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ഈ ഇൻഷുറൻസിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? അതായത് നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ ഫുൾ കവർ ഇൻഷുറൻസ്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ കവർ ഇൻഷുറൻസിൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും. പക്ഷേ നമുക്ക് മാറുന്ന പാർട്സിൻ്റെ ഡിപ്രിസിയേഷൻ എമൗണ്ട് കയ്യിൽ നിന്ന് വരുന്നതായിരിക്കും. അതേ സ്ഥാനത്ത് ഈ പറയുന്ന പോലെ ഒരു ബമ്പർ ടു ബമ്പർ അല്ലെങ്കിൽ B2B ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കവർ ചെയ്ത് നമുക്ക് ആകെപ്പാടെ കയ്യിൽ നിന്ന് വരുന്നത് ഒരു ക്ലെയിമിൻ്റെ ഫീസ് മാത്രം കൂടിപ്പോയാൽ ഒരു 1500 അങ്ങറ്റം നമുക്ക് വരത്തുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ വാഹനത്തിൽ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്സസറീസ്, നമ്മുടെ വാഹനത്തിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ആക്സസറീസ് നമ്മൾ ഫിറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു അലോയ് വീൽ ആയിക്കോട്ടെ, സ്പോയിലർ ആയിക്കോട്ടെ, സ്കേർട്ടിങ് ആയിക്കോട്ടെ, ഇപ്പോൾ ബമ്പർ ലിപ്പ്, ബമ്പർ സ്കേർട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. ജെനുവിൻ ആക്സസറീസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു VXI സ്വിഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് VXI സ്വിഫ്റ്റിന് ഒരിക്കലും അലോയ് വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് VXI സ്വിഫ്റ്റിന് ഒരു മാരുതിയുടെ തന്നെ അലോയ് ഇട്ട് കഴിഞ്ഞാൽ ആ അലോയിന് നമുക്ക് ക്ലെയിമിന് പാസ് ആകുമോ? അതായത് നമ്മളിപ്പോൾ ഇടുന്ന ഒരു ജെനുവിൻ ആക്സസറീസ് ആണ്. അതായത് മാരുതി സ്വിഫ്റ്റിൻ്റെ ഒരു ജെനുവിൻ ആക്സസറി ആയിട്ടുള്ള അതിൻ്റെ അലോയ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇതൊരു സംശയം തന്നെയാണ്. കാരണം പലരും വിചാരിക്കുന്നത് ഒറിജിനൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആക്സസറീസ് ഇട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും അത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്സസറീസും നമ്മുടെ ഇൻഷുറൻസിൽ ടൈപ്പ് ആക്കണം, അല്ലെങ്കിൽ ഇൻഷുറൻസിനകത്ത് അത് കൺഫേം ആക്കി വെച്ചേക്കണം. അതായത് ഇപ്പം ഞാനൊരു സ്വിഫ്റ്റ് വാഹനം എടുത്തു, ഞാൻ അതിനകത്ത് അലോയ് മാറി ഏറ്റവും ടോപ്പ് വേരിയൻ്റ് അലോയ് ഫിക്സ് ചെയ്തു. അങ്ങനെ ടോപ്പ് വേരിയൻ്റ് ആയ ZXi പ്ലസിൻ്റെ അലോയ് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിൽ ചെല്ലുക, അവരോട് പറയുക ഇതെനിക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അതായത് ആ ഇൻഷുറൻസിനകത്ത് ആക്സസറീസിൻ്റെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെ അഡീഷണൽ ആക്സസറീസ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് ഒരു ചെറിയ എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വരുന്നതായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വാഹനം എവിടെയെങ്കിലും തട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ അലോയ് വീല് പൊട്ടുകയോ സ്കേർട്ടിങ് പൊട്ടുകയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിമിൽ തന്നെ നമുക്ക് 100% കിട്ടുന്നതായിരിക്കും. ഇത് പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ്. കാരണം അങ്ങനെ ആരും അത് പറഞ്ഞു കൊടുക്കാറില്ല. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യത്തിനെക്കുറിച്ച് എല്ലാവരും അവെയർ അല്ലെന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഞാനും കഴിഞ്ഞ ദിവസമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അത് അറിഞ്ഞ ഉടനെ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, വാറണ്ടി ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ, ക്ലെയിം കിട്ടത്തില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് മാറേണ്ട കാര്യമില്ല. 100% നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ്. ഇതുപോലെ ഏതൊരു ആക്സസറീസ് ഫിറ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കും.